വാർത്തകൾ തുടർന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2 ദൗത്യം ഓറിയോൺ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പുതിയ ഒരു ചരിത്രം ഇപ്പോൾ പിറന്നിരിക്കുന്നു. 1972 ശേഷം മനുഷ്യൻ ഇപ്പോൾ വീണ്ടും ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ചന്ദ്രന് തൊട്ടരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാവിലെ 10-11 മണിയോടുകൂടി ഇന്ത്യൻ സമയം രാവിലെ 10-11 ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ചുകൊണ്ട് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് ഇപ്പോൾ ഓറിയോൺ പേടകം പ്രവേശിച്ചിരിക്കുന്നത്. ഈ മിഷനിലെ ആർട്ടിമസ് 2 ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇനി ആണ് ഈ ചന്ദ്രന്റെ തൊട്ടരികിലേക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലേക്ക് ചന്ദ്രനിലേക്കുള്ള യാത്ര അത് തുടങ്ങുന്നത്. വൈകുന്നേരം രാത്രി 11:26 കൂടി ചന്ദ്രന്റെ ഏറ്റവും ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ള പോയിന്റിലേക്ക് ഓറിയോൺ പേടകം എത്തുന്നു എന്നുള്ളതാണ്. അത് പുതിയൊരു റെക്കോർഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം, അല്ലെങ്കിൽ അപ്പോളോ 17 ദൗത്യം ഇത്രയും ദൂരത്തേക്ക് എത്തിയിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് ഏറ്റവും ദൂരത്തിലുള്ള പോയിന്റിലേക്ക് ഈ ഓറിയോൺ പേടകം എത്തുന്നു എന്നുള്ളതാണ്. 4 സഞ്ചാരികളും മനുഷ്യൻ ആദ്യമായി അത്രയും ദൂരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് ആ ഇടത്തേക്ക് ഓറിയോൺ പേടകം എത്തുക. അതിനുശേഷം ലൂണാർ ഫ്ലൈ ബൈ എന്ന് പറയുന്ന ചന്ദ്രനെ ചുറ്റിയുള്ള ആ ഒരു യാത്രയ്ക്ക് തുടക്കമാകും. നാളെ പുലർച്ചെ 4 മണിയോടുകൂടി ചന്ദ്രന്റെ മറുവശത്ത്, നമ്മൾ ഇന്ന് കാണുന്ന ആ വശത്തിനപ്പുറത്തെ മറുവശത്തേക്ക് ഓറിയോൺ പേടകം എത്തും. 40 മിനിറ്റോളമായിരിക്കും ഇത്തരത്തിൽ ആ ഭാഗത്തുകൂടി ഈ ഓറിയോൺ പേടകം കടന്നു പോവുക. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ 40 മിനിറ്റ് എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും ഈ ഓറിയോൺ പേടകവുമായി ഭൂമിയിലുള്ളവർക്ക് നഷ്ടമാകും. അവിടെ ഒരു തരത്തിലുമുള്ള കോണ്ടാക്റ്റും ഈ സംഘവുമായി ലഭിക്കില്ല. അത് തത്സമയം കാണാൻ ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെയുള്ള ആ ദൃശ്യങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ അപ്പുറേ ഒരു വലിയ അത്ഭുതം, എന്താണ് ഈ ചന്ദ്രനപ്പുറമുള്ളത് എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. ആ ദൃശ്യങ്ങളടക്കം ഈ ഓറിയോൺ പേടകത്തിലുള്ള ആർട്ടിമസ് ദൗത്യ സംഘം പകർത്തും. അത് 40 മിനിറ്റിന് ശേഷം അത് പുറത്തേക്ക്, ആ ഭാഗത്ത് നിന്ന് ഓറിയോൺ പേടകം കറങ്ങി അപ്പുറത്തെ ഭാഗത്തേക്ക്, ഇപ്പോൾ നമ്മൾ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ നാളെയോടുകൂടി ഫ്ലൈ ബൈ പൂർത്തിയാക്കി ഭൂമിയിലേക്ക് സംഘം യാത്ര തിരിക്കുകയും ചെയ്യും. ഏതായാലും വലിയ ഒരു ചരിത്രമാണ് പിറവിയെടുത്തിരിക്കുന്നത്. 1972 ശേഷം ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്കാണ്. അതായത് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉള്ളതുപോലെ അതുപോലെ തന്നെ ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് ഇപ്പോൾ ഓറിയോൺ പേടകം എത്തിയിരിക്കുന്നു. രാത്രി 11 മണിയോടുകൂടി ഓറിയോൺ പേടകം ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിലേക്കുള്ള പോയിന്റിലേക്ക് ഈ സഞ്ചാരികളുമായി എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പുതിയ ഒരു ചരിത്രത്തിന്റെ പിറവിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത്രയും ദൂരത്തേക്ക്, ഭൂമിയിൽ നിന്ന് ഇത്രയും ഉയരത്തിലേക്ക് ഒരു മനുഷ്യനും കടന്നു പോയിട്ടില്ല. അപ്പോളോ 17 പോലും ആ ഘട്ടത്തിലേക്ക് എത്തിയിരുന്നില്ല. ആ റെക്കോർഡൊക്കെ തിരുത്തിക്കൊണ്ട് ചന്ദ്രനിലേക്ക് എത്തിയ അപ്പോളോ 17 ദൗത്യത്തിന്റെ എല്ലാ റെക്കോർഡുകളും തിരുത്തിക്കൊണ്ടാണ് ഇന്ന് ഓറിയോൺ പേടകം ആർട്ടിമസ് 2 ആ പോയിന്റിലേക്ക് രാത്രി ഇവിടെ എത്തുന്നതും, പിന്നീട് ഈ ചന്ദ്രനെ ചുറ്റിയുള്ള ലൂണാർ ഫ്ലൈ ബൈ ആരംഭിക്കുന്നതും, ചന്ദ്രന്റെ മറുവശത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. 1972 ശേഷം വീണ്ടും മനുഷ്യൻ ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. പുതുചരിത്രം കുറിക്കുകയാണ്. ആർട്ടിമിസ് 2 ദൗത്യം ഓറിയോൺ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യൻ ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓറിയോൺ പേടകമാണ് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്.